ഹലോ, ജോജിമാസ് കിച്ചൻ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജോജിമ വന്നേക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്, എന്നാലോ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് വൈസ് പലരും പറഞ്ഞു കേട്ടത് ഇതിൻ്റെ ടേസ്റ്റ് അത്ര പോരാ എന്നുള്ളതാണ്, നമുക്കതത്ര ഇഷ്ടപ്പെടില്ല എന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ജോജിമ ഉണ്ടാക്കിയ മെത്തേഡും ഇത്തിരി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് എന്തിനെക്കുറിച്ചാണെന്നുള്ളത് നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. കാര്യം അത്രയ്ക്കും ട്രെൻഡിങ് ആണ് ഇപ്പോൾ ഈ ഒരു ഐറ്റം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് വേഗം കണ്ടിട്ട് വരാം. അതെ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കസാവ ഫുഫു എന്ന് പറയുന്ന ആഫ്രിക്കക്കാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പീനെ കുറിച്ചിട്ട് തന്നെയാണ്. കസാവ ഫുഫു എന്ന് പറയുന്നത് നമ്മുടെ കൊള്ളി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. നമ്മളപ്പോൾ അത് വീട്ടിലത്തെ കൊള്ളി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിലെ നാടൻ കൊള്ളി വെച്ചിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ശരിക്കും ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും യൂട്യൂബിൽ ഞാൻ പല വീഡിയോസും ഇതിനെക്കുറിച്ചിട്ട് നോക്കിയ സമയത്ത് എല്ലാവരും പറഞ്ഞത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പറഞ്ഞതാണ് നമുക്കത് ഇഷ്ടപ്പെടില്ല, അതിൻ്റെ ടേസ്റ്റ് കൊള്ളൂല എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോജിമ ഉണ്ടാക്കിയത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡിലൂടെയാണ്. നോർമലി അതായത് ഉമ്മ കുറേ ഇവരുടെ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുന്ന മെത്തേഡ് നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ രണ്ട് രീതിയിലാണ് ഇത് അവരുണ്ടാക്കുന്നത് നമ്മൾ കണ്ടേ. അതിലെ ഈസിയസ്റ്റ് മെത്തേഡും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്ത മെത്തേഡുമാണ് ഇത് ഇപ്പം നമ്മൾ കാണിക്കുന്നത്. രണ്ട് രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. രണ്ട് രീതിയിൽ ഇപ്പം നമ്മൾ ഈ കാണുന്ന മെത്തേഡാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത്. ടേസ്റ്റി ആയിട്ട് തോന്നിയതും ഇതായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൊള്ളി നല്ല ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. നോർമലി എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ടുള്ളത് ഇത് പച്ചയ്ക്ക് മിക്സിയിലിട്ട് അടിക്കുന്നതാണ്. അതിന് രണ്ട് ദോഷങ്ങളാണ്. ഒന്ന്, നല്ല കട്ടിയുള്ള സാധനമായതുകൊണ്ട് തന്നെ അടിച്ച് കിട്ടാനും പാടാണ്. പിന്നെ ടേസ്റ്റ് വൈസ് അതല്ല ബെറ്റർ, ഇതാണ് ബെറ്ററായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊള്ളി ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ഒന്ന് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തു. വേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അലിഞ്ഞു പോകുന്നവരെ വേവിക്കുകയല്ല, ഒരു 60% ആ ഒരു വേവിലേക്ക് ഇതിനെ ഒന്ന് എത്തിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഡ്രെയിൻ ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമ്മളിതിനെ നാടൻ കൊള്ളി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ കൊള്ളി നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. ഒപ്പം നാടൻ കൊള്ളിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കൊള്ളി ചില പീസസ് വേവില്ല, അങ്ങനെ ഒക്കെയല്ലേ. ഇതങ്ങനെയല്ല, എല്ലാം നമുക്ക് നല്ല വെന്ത് നല്ല പരുവത്തിലാക്കിയിട്ട് കിട്ടും. അങ്ങനെ നമ്മളെല്ലാം തന്നെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു പരുവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് നമ്മളിങ്ങനെ ഒന്ന് ഉടച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായിട്ട് കിട്ടും. ഇതിനെയാണ് നമ്മളിനി എന്ത് ചെയ്യാൻ പോകുന്നത്, മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സിമ്പിളായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാ കണ്ടോ, ഇങ്ങനെ ഒരു ടെക്സ്ചറാക്കിയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയാണ് ഇതിൻ്റെ അവരുടെ ഓത്തൻറ്റിക് പ്രിപ്പറേഷൻ വരുന്നത്. അത് ഇത്തിരി ഡിഫറെൻറ്റ് വേയിലാണ് അവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിത് പാനിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വേറെ ഒരു തരത്തിലുള്ള ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. നേരെ പാൻ വെക്കുക. ആ വെച്ച പാനിൽ ചൂടാവുന്നതിന് മുന്നേ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇത് നമ്മൾ പച്ചയ്ക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേവാനുള്ള സമയം ഒന്ന് വേറെ എടുക്കും. പിന്നെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവും. പിന്നെ ഇത് നമ്മൾ ഇളക്കും തോറും ഇത് സ്റ്റിക്കി ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇളക്കിയെടുക്കാൻ തന്നെ. പക്ഷെ ഇത് വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും.
ഇങ്ങനെ വിട്ട് 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 പോരാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് വിട്ട് 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 പോരുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ ഇതൊരു ഇങ്ങനെ എന്താ പറയുക, ഒരു ബോള് പോലെ ആയി വരാൻ തുടങ്ങും. അതിൽ നിന്ന് വിട്ട് 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 ഒരു ബോള് പരുവത്തിലായിട്ട് റെഡിയായി വരാൻ തുടങ്ങും. അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് അവിടെ വെക്കാം. എന്നിട്ട് ഇങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക് നല്ല വൃത്തിയുള്ള ഒരു കവറ് അത് ഈ പ്ലേറ്റിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് അതിലേക്ക് ഒരു ഡ്രോപ്പ് 2 ഡ്രോപ്പോ വെളിച്ചെണ്ണ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഫുഫു ഇട്ട് കൊടുക്കാം. ഇത് നേരെ എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കറി ഒഴിച്ച് കഴിക്കുന്നതല്ല ആക്ച്വലി അവരുടെ ഒരു മെത്തേഡ്. അവരിങ്ങനെ റെഡിയാക്കി എടുക്കും. അതിനെ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് ഇതിനെ റോൾ ചെയ്ത് ഇതുപോലെ ഒന്ന് സെറ്റാക്കി ഒരു ബോളിൻ്റെ രൂപത്തിലേക്ക് ഇതിനെ ആക്കിയെടുക്കും. എന്നിട്ട് അവർ കഴിക്കുന്നത് എങ്ങനെയാ അറിയോ, ഒരു ബോൾ ഒരാൾക്ക് 2 ബോൾ അതുപോലെയൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇതിനെ കഴിക്കുന്നത്. ഇതിങ്ങനെ ഒന്ന് ചുറ്റിച്ച് റൗണ്ടാക്കി ഷേപ്പാക്കി എടുക്കും. അങ്ങനെ നമ്മുടെ ഫുഫു സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ആ ഷേപ്പ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കസാവ ഫുഫു എന്ന് പറയുന്ന അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പി. ഇത് കഴിക്കുന്നത് മസ്റ്റായിട്ടും ഒരു നോൺ വെജ് കറിയുടെ കൂടെ ആയിരിക്കണം. അതാണ് അവർ ചെയ്യുന്ന രീതിയും ഇതിൻ്റെ ടേസ്റ്റും. ഞങ്ങളിത് മീൻകറിയുടെ കൂടെയാണ് കഴിച്ചത്. നമ്മൾ സാധാരണ ഈ കൊള്ളി മീൻകറിയുടെ കൂടെയാണല്ലോ ടേസ്റ്റ്, നമ്മളങ്ങനെയാണ് കഴിച്ചത്. പക്ഷേ അധികം ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒക്കെ ഒഴിച്ചിട്ട് കുറേ കറി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടാണ് ഇതിൻ്റെ കഴിക്കുന്ന രീതി കേട്ടോ. ഇത് വെറുതെയും കഴിക്കരുത്, ഇതിൽ മുക്കിയും കഴിക്കരുത്. കറി ഇതിൻ്റെ മുകളിൽ കൂടെ നല്ല പോലെ ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. ഈ പച്ചയ്ക്ക് ഉണ്ടാക്കി നോക്കിയാലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ തവണ നമ്മൾ ഉണ്ടാക്കി വെക്കുള്ളൂ. അത്രയ്ക്ക് പാടാണ്. ജുജുമ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അയ്യോ ഉമ്മ എന്ത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു എന്തിനും ഒരു ഈസി വേ ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയത്. നമ്മൾ ചെയ്ത് നോക്കിയതല്ല കേട്ടോ. ആക്ച്വലി അത് 2-3 നമ്മൾ ഒരുപാട് വീഡിയോസ് റെഫർ ചെയ്ത സമയത്ത് ഇവർ ആഫ്രിക്കക്കാർ തന്നെ ഇതുപോലെ ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് നല്ല ഈസി ആയിട്ടുള്ള വേ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കാനും തോന്നും. കാര്യം കഴിക്കാൻ ടേസ്റ്റാണ്. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നോൺ വെജ് കറീൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ കറിയുടെ കൂടെയും ട്രൈ ചെയ്തായിരുന്നു, ഈ മീൻ കറിയുടെ കൂടെയും ട്രൈ ചെയ്തായിരുന്നു. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടും രണ്ട് ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ.